മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്ത പ്രയാസം. തൻ്റെ കൂട്ടുകാരൻ ഹസ്സാലിനെ വിളിച്ചു കാര്യം ധരിപ്പിച്ചു. ഹസ്സാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ പോയി ഈ വിഷയം ധരിപ്പിക്കാൻ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചു. മാഇസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് കാര്യം ധരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറ്റസമ്മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാഇസ് റളിയല്ലാഹു അൻഹുവിനെ പല രീതിയിലും പരിശ്രമിച്ചു നോക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈമാനിക ഫലം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല. 4 തവണ അദ്ദേഹം മുത്തുനബിയുടെ മുന്നിൽ വന്ന് സമ്മതിക്കുക തന്നെ ചെയ്തു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധി പുറപ്പെടുവിച്ചു. എറിഞ്ഞു കൊല്ലപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസ്സാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഹസ്സാൽ ലൗ സതർതഹു ബിസൗബിക്. ഹസ്സാലെ, നീ നിന്റെ വസ്ത്രം കൊണ്ട് മാഇസിന്റെ കുറ്റത്തെ മറച്ചു വെച്ചിരുന്നെങ്കിൽ, മാഇസിനോട് തൗബ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആ തെറ്റ് സമ്മതിക്കുന്നതിൽ നിന്ന് മാഇസിനെ മറച്ചു വെച്ചിരുന്നെങ്കിൽ, മാഇസിന്റെ ന്യൂനത നീ വെളിവാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല എങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത് എന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെക്കപ്പെടേണ്ടതാണ്. ഒരാളുടെ ന്യൂനത അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറച്ചു വെക്കാനാണ് നാം പഠിക്കേണ്ടത്. അത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കാനല്ല. എങ്കിൽ നമ്മുടെ ന്യൂനതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. അതുപോലെ ആരെങ്കിലും അവരുടെ തെറ്റുകൾ നമ്മുടെ മുന്നിൽ ഏറ്റു പറയുകയാണെങ്കിൽ അവരോട് അത് പറയരുത് എന്ന് പറയുകയും ഒപ്പം തൗബ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.